Hello my dears, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ആദ്യത്തെ റെസിപ്പി കർണാടക സ്റ്റൈൽ പലാവിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് ചേർത്തു. എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടാം. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില, അതിന്റെ കുറച്ച് കുറവിൽ പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പട്ടയുടെ കഷ്ണം, 2 ഗ്രാമ്പു, 2 ഏലക്കയും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും ചേർത്ത് കൊടുത്ത് വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് അരച്ചെടുക്കണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടി ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പലാവ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കർ ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ എണ്ണയും നെയ്യും രണ്ടും ചേർക്കാം. ഞാനിവിടെ എണ്ണ മാത്രമാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, ബേ ലീഫ്, പിന്നെ ഒരു സ്റ്റാർ അനീസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി. ഒരുപാട് ഇട്ടങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ തലേദിവസം തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഫ്രിഡ്ജ് എടുത്ത് വെച്ചേക്കായിരുന്നു. അതാകുമ്പോൾ പിറ്റേ ദിവസത്തെ പണി കുറച്ച് കുറയ്ക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കായിരുന്നു. ഞാനിവിടെ ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ്, പിന്നെ ഒരു നൂൽക്കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അത് കർണാടക സ്റ്റൈൽ പലാവിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വെജിറ്റബിൾ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊട്ടാറ്റോ, ഗ്രീൻ പീസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ഉണ്ടോ അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് ഈ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരപ്പാണ്. നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കും. കാരണം നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ആവട്ടെ അതൊന്നും നമ്മൾ ചൂടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് മാറണ്ട. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. നമ്മൾ ചേർത്തേക്കുന്ന അരപ്പിൻ്റെ ഒരു നല്ല സ്മെല്ല് വന്നു തുടങ്ങും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ ഞാൻ തക്കാളി ഇപ്പോൾ ചേർത്തിട്ടില്ല. തക്കാളി ഞാൻ ലാസ്റ്റിലേ ചേർക്കുന്നുള്ളൂ. അതല്ല നിങ്ങൾക്ക് തക്കാളി നേരത്തെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതായിപ്പോൾ ഞാൻ ഈ വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞ് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. പക്ഷേ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കും. എങ്ങനെയായാലും ഒരു 1/4 ഗ്ലാസ് വെള്ളം നമ്മൾ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1.25 ഗ്ലാസ് വെള്ളം മതി. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇത് തിളച്ച് വരണം. നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോനാ മസൂരി റൈസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോലം റൈസും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 നാരങ്ങ, അതായത് ഒരു നാരങ്ങയുടെ 1/2 നാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലാസ്റ്റിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വിസിലടിപ്പിക്കാം. ഞാനിപ്പോൾ ഈ റൈസിന് 4 വിസിലാണ് അടുപ്പിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള റൈസ് നോക്കിയിട്ട് വിസിലടിപ്പിച്ചാൽ മതി. എൻ്റെ ഈ റൈസിനും ഈ കുക്കറിന് 4 വിസിൽ വേണം കേട്ടോ. പക്ഷെ മിനിമം ഒരു 3 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണേ. അത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പലാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം മസാലയൊക്കെ ഇങ്ങനെ മുകളിലായിരിക്കും കേട്ടോ കിടക്കുന്നത്. കുക്കറിൽ വേവിക്കുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തണുത്തതിന് ശേഷം നല്ല പൊടിപ്പൊടിയായിട്ട് കിട്ടും. നമ്മുടെ എന്താ പറയുക, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കർണാടക സ്റ്റൈൽ പലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അതേപോലെ നമ്മുടെ വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് മാംഗ്ലൂർ സ്റ്റൈൽ മഷ്റൂം ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ്. ചപ്പാത്തിക്ക്, പൊറോട്ട, പൂരി ഇതിനൊക്കെ നല്ല അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ. ഞാനിപ്പോൾ മഷ്റൂം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ക്ലീനിങ് വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല, കാരണം മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 പാക്കറ്റ് മഷ്റൂമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം സമയം എടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ക്ലീൻ ചെയ്ത മഷ്റൂം ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള എല്ലാ മഷ്റൂമും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. പക്ഷേ അതിന് മുന്നേ നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒട്ടും എണ്ണ ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. നമ്മളിത് വറക്കും തോറും നല്ലൊരു മണം വരും കേട്ടോ. അതേപോലെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അത് മാറ്റി വെക്കാം തണുക്കാനായിട്ട്. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതാണ് മെയിനായിട്ട് ചേർക്കുന്ന മസാല എന്ന് പറയുന്നത്. ഇതിൻ്റെ മസാല റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ല കേട്ടോ. അതായത് ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച്
കുറച്ച് ഐറ്റംസ് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. അതാണ് മസാല, മെയിൻ മസാല എന്ന് പറയുന്നത്. ഇതായിപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തേക്കുന്ന എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 5-8 നമ്മുടെ ഉണക്കമുളകില്ലേ, ചുവന്ന മുളക്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു 10 കാഷ്യൂ എടുത്തിട്ടുണ്ട്, അത് കുതിർത്ത് വെച്ചേക്കായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 5 വെളുത്തുള്ളി ഉണ്ടാവും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പുളിവെള്ളം, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ലാസ്റ്റിലാണ് വെള്ളം ചേർക്കുന്നത്, ആദ്യം തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം പിന്നെ വെള്ളം നമുക്ക് എത്ര വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് സെയിം പാനിലേക്ക് കുറച്ചധികം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടാവും കേട്ടോ ഇത്. അത് ചേർത്തതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അഥവാ ഉള്ളി ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് ആ മസാല അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇൻകേസ് ഉള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മസാല ചേർത്ത് കൊടുത്തു, എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ജാറൊന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാല നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. കാരണം നമ്മൾ ചേർത്തേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചൂടാക്കാത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റോ സ്മെല്ല് പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ മസാല ഒന്ന് കട്ടിയായി വരണം, അതായത് ആ പാനിലേക്ക് ഒന്ന് സ്റ്റിക്കായി വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്താണ് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ ഈ മസാലയുടെ കളറൊക്കെ ഒന്ന് മാറി വരും. ആ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നത്, അങ്ങനെ തിക്കായിട്ടുള്ളൊരു കറിയല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, അത്യാവശ്യം ഗ്രേവി ആയിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളയ്ക്കാനായിട്ട് വിടണേ. നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് മഷ്റൂമും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മഷ്റൂം കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇത് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് നമുക്ക് മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പം ഇത് അത്യാവശ്യം കട്ടിയായിട്ടാണ് ഇപ്പം ഗ്രേവി ഇരിക്കുന്നത്, പക്ഷെ നമ്മുടെ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പം ഒന്നും കൂടി ഒന്ന് ലൂസ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ. ഇതായിപ്പോൾ മഷ്റൂം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 3 തൊട്ട് 4 മിനിറ്റ് വെന്താലും മതി. മഷ്റൂമിന് അധികം വേവൊന്നുമില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 3 തൊട്ട് 4 മിനിറ്റ് ഒന്ന് വേവിക്കാനായിട്ട് വിടുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഞാനൊരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അത്യാവശ്യം വെള്ളം ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു 3 തൊട്ട് 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മഷ്റൂം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. അതേപോലെ അത്യാവശ്യം ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മഷ്റൂമിലെ വെള്ളം കൂടി ഇറങ്ങുമ്പോൾ അത്യാവശ്യം ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ട് ഇറക്കി വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് കരിവേപ്പില, മല്ലിയില ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം ഗീ റോസ്റ്റ് റെഡി. ഇത് മാംഗ്ലൂർ സ്റ്റൈലാണ് കേട്ടോ. ലാസ്റ്റിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ബിക്കോസ് നമ്മൾ ഇതിൽ ഓൾറെഡി പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളി ഉണ്ടാവും. എന്നാലും എനിക്ക് നോക്കിയപ്പോൾ കുറച്ച് പുളി കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ കറി ഉണ്ടല്ലോ അത്യാവശ്യം എരിവും പുളിയും അതേപോലെ മധുരമൊക്കെ ഉള്ള ഒരു കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്, അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.